വാർത്തകളിലേക്ക്. ഡൽഹിയിൽ ബി.ജെ.പി. സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ഇന്ന് ഉച്ചയ്ക്ക് 12:35 രേഖാ ഗുപ്ത ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. രാംലീല മൈതാനിയിൽ 10,000-ങ്ങളെ സാക്ഷിയാക്കിയാകും സ്ഥാനാരോഹണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം തന്നെ മുഖ്യമന്ത്രി തെരഞ്ഞെടുത്ത് പ്രധാനമന്ത്രിക്കും ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിനും നന്ദി അറിയിച്ച് രേഖാ ഗുപ്ത. दिल्ली के लिए दो प्राथमिकताएं हैं। पहली प्राथमिकता जो दिल्ली से के लिए हमने कमिटमेंट्स की हैं अपनी सरकार की ओर से, उन सारी कमिटमेंट्स को पूरा करना। दूसरा, आदरणीय प्रधानमंत्री नरेंद्र मोदी जी ने जो दिल्ली के लिए विजन दिया है, उस विजन को साकार करने में टीम मोदी बन के हमारे 48 के 48 विधायकगण काम करेंगे और टाइम बाउंड तरीके से एक एक कमिटमेंट जो हमने जनता से की है उसे पूरा किया जाएगा. വിവരങ്ങളുമായി രാംലീല മൈതാനിൽ നിന്നും ഗൗതം മാനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ഉച്ചയ്ക്ക് 12:30 സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുക. അവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഒപ്പം തന്നെ രേഖാ ഗുപ്ത പറഞ്ഞൊരു കാര്യം, അല്പം മുമ്പ് നമ്മൾ പ്രതികരണം കേട്ടു, പറഞ്ഞൊരു കാര്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി.ജെ.പി. നേതൃത്വത്തിനും രേഖാ ഗുപ്ത നന്ദി അറിയിക്കുന്നുണ്ട് തന്നെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തതിന്. ഒപ്പം തന്നെ ബി.ജെ.പി. പറഞ്ഞ വാഗ്ദാനങ്ങൾ തീർച്ചയായും പൂർത്തീകരിക്കാൻ ശ്രമിക്കും എന്നാണ് രേഖാ ഗുപ്ത പറഞ്ഞു വെച്ചത്. എന്തായാലും അവിടുത്തെ ഒരുക്കങ്ങൾ ഇപ്പോൾ എവിടെ വരെയായി? ഇതിലെ രാംലീല മൈതാനിയുടെ പ്രധാനപ്പെട്ട ഒരു ഗേറ്റിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം മുഴുവൻ ബി.ജെ.പിയുടെ കൊടിത്തോരണങ്ങളും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളുടെ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. ഒപ്പം മുഖ്യമന്ത്രിയായി ഇന്നിപ്പോൾ അധികാരമേൽക്കാൻ പോകുന്ന രേഖാ ഗുപ്തയുടെ ചിത്രങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ദേശീയ തലത്തിൽ തന്നെ ബി.ജെ.പി. വലിയൊരു ആഘോഷമാക്കി ഇന്നത്തെ ദിവസത്തെ മാറ്റുകയാണ്. ഡൽഹിയിൽ മാത്രമല്ല, രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇന്ന് ഡൽഹിയിൽ ബി.ജെ.പി. സർക്കാർ അധികാരമേൽക്കുന്നതിൻ്റെ ഭാഗമായുള്ള ആഘോഷങ്ങൾ നടക്കുന്നു. ഇന്നലെ വൈകുന്നേരം പന്ത്മാർഗിലെ ബി.ജെ.പി. സംസ്ഥാന കാര്യാലയത്തിൽ നടന്ന നിർണായകമായ നിയമസഭാ കക്ഷിയോഗം 48 MLA-മാർ പങ്കെടുത്ത യോഗത്തിലാണ് രേഖാ ഗുപ്തയെ തങ്ങളുടെ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം ഇന്നലെ രാത്രിയിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി.കെ. സക്സേനയെ കണ്ട് രേഖാ ഗുപ്ത സർക്കാർ രൂപീകരിക്കുവാനുള്ള അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോൾ 12:35 സത്യപ്രതിജ്ഞ നടക്കുക. 10 മണിയോടുകൂടി പ്രവർത്തകരെയും അതോടൊപ്പം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന VVIP-കളെയും രാംലീല മൈതാനിയിലേക്ക് പ്രവേശിപ്പിക്കും. 12 മണിക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ മൈതാനിയിലേക്ക് എത്തും. 12:35 നിലവിൽ ബി.ജെ.പി. നേതൃത്വം അറിയിച്ചിരിക്കുന്ന സത്യപ്രതിജ്ഞയുടെ സമയം. നമുക്കറിയാം, സത്യപ്രതിജ്ഞ വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാകും. കാരണം 7 പേരാകും സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്നിപ്പോൾ അധികാരമേൽക്കുന്നത്. മാത്രമല്ല, സത്യപ്രതിജ്ഞ ചടങ്ങുകളിൽ സാധാരണയായി പ്രസംഗങ്ങളോ മറ്റോ ഇല്ല. അതിനാൽ തന്നെ ഒരുപാട് സമയമെടുക്കുന്ന ഒരു ചടങ്ങല്ല. മാത്രമല്ല, ഡൽഹിയിൽ 7 പേർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ വിശാലമായ ഒരു സംസ്ഥാനമൊന്നുമല്ല. ചില സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ UP, ഗുജറാത്തൊക്കെ പോലുള്ള സംസ്ഥാനങ്ങളാണെങ്കിൽ ഒരുപാട് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയുണ്ട്. പക്ഷേ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം 5 മുതൽ 7 മുതൽ നേതാക്കന്മാരാകും ഇന്നിപ്പോൾ ചുമതല ഏൽക്കുന്നത്. അതിനാൽ വലിയൊരു കാലതാമസം എടുക്കാത്ത ഏതാണ്ടൊരു 20 മിനിറ്റിനകത്ത് തീരുന്ന രീതിയിലുള്ള ചടങ്ങാകും ഇന്ന് രാംലീല മൈതാനിയിൽ നടക്കാൻ പോകുന്നത്. എന്തായാലും അതിനായി 10,000-കണക്കിന് ബി.ജെ.പി. പ്രവർത്തകർ രാജ്യതലസ്ഥാനത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് അല്പസമയത്തിനകം ഈ രാംലീല മൈതാനിയിലേക്ക് എത്തിത്തുടങ്ങും. ഇവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പ്രവർത്തകർക്കൊപ്പം തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ധാരാളം VVIP-കളും ഉണ്ടാകും. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖരുണ്ട്. ഒപ്പം NDA-യുടെ 20 മുഖ്യമന്ത്രിമാർ ചടങ്ങിന് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. NDA-യുടെ 20ഓളം ഉപമുഖ്യമന്ത്രിമാരുണ്ട്. ഓരോ സംസ്ഥാനങ്ങളുടെയും ഉപമുഖ്യമന്ത്രിമാർ ചടങ്ങിനെത്തും. അങ്ങനെ വളരെ വിപുലമായ രീതിയിലുള്ള ഒരു ചടങ്ങാകും 27 വർഷത്തിന് ശേഷമുള്ള ബി.ജെ.പി. സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയായി ഇന്നിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. 1993-ലാണ് ഇതിനു മുൻപ് രാജ്യതലസ്ഥാനത്ത് ബി.ജെ.പി. ഭരണത്തിലെത്തിയത്. അന്ന് മദൻലാൽ ഖുറാനയായിരുന്നു ഡൽഹിയിലെ ആദ്യത്തെ ബി.ജെ.പി. മുഖ്യമന്ത്രി. പിന്നീട് 96-ൽ അദ്ദേഹം മാറി സാഹിബ് സിംഗ് വർമ്മ എന്ന രണ്ടാമത്തെ ബി.ജെ.പി. മുഖ്യമന്ത്രിയെ ഡൽഹി കണ്ടു. അതിനുശേഷമാണ് പിന്നീട് 1998 ഒക്ടോബർ മുതൽ 52 ദിവസം സുഷമ സ്വരാജ് എന്ന പ്രമുഖ നേതാവ് ബി.ജെ.പിയുടെ ഡൽഹിയിലെ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചു. അങ്ങനെ 3 മുഖ്യമന്ത്രിമാരാണ് മുൻപ് ഡൽഹിയിൽ ബി.ജെ.പി കൊണ്ടുവന്നിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് 27 വർഷക്കാലം അധികാരത്തിന് പുറത്ത് ബി.ജെ.പിക്ക് നിൽക്കേണ്ട ഒരു സാഹചര്യം രാജ്യതലസ്ഥാനത്ത് രൂപപ്പെട്ടു. എന്തായാലും അത് കഴിഞ്ഞ്
ഇപ്പോൾ അത്യുജ്വലമായ ഒരു വിജയം കഴിഞ്ഞ 5-ാം തീയതി നടന്ന ഡൽഹി തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായി. അതിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. BJPയുടെ സർക്കാർ അധികാരത്തിലേറുന്നതിന് മുൻപ് തന്നെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിലൊന്ന് യമുന ശുചീകരണവുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ യമുനയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ ഇന്നിപ്പോൾ 12 മണിക്ക് ശേഷമാണ് സർക്കാർ ചുമതലയേൽക്കുന്നതെങ്കിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ യമുനയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയും കേന്ദ്ര സർക്കാരും നേരിട്ട് ഇടപെട്ടുകൊണ്ടുള്ള പ്രവർത്തനം തുടങ്ങി. അത് കൃത്യമായ ഒരു സന്ദേശമാണ് ഡൽഹി ജനതയ്ക്ക് നൽകുന്നത്. കാരണം തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ ഓരോന്നായി നടപ്പാക്കും, നിറവേറ്റുമെന്ന കൃത്യമായ സന്ദേശമാണ് യമുന ശുചീകരണം ഇതിനകം തന്നെ തുടങ്ങിക്കൊണ്ട് BJP നൽകിയിരിക്കുന്നത്. അങ്ങനെ നിരവധി വാഗ്ദാനങ്ങൾ നൽകിയും രാജ്യതലസ്ഥാനത്തിൻ്റെ മുഖച്ഛായ ആകെ മാറ്റി ലോകോത്തര നിലവാരത്തിലേക്ക് നാഷണൽ ക്യാപിറ്റലിനെ മാറ്റുമെന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് ഈ സർക്കാർ അധികാരത്തിലേറുന്നത്. ഒപ്പം ഒരു വനിതാ മുഖ്യമന്ത്രി വീണ്ടും ഡൽഹിയിലേക്ക് എത്തുന്നു. BJPയെ സംബന്ധിച്ച് BJPയുടെ 5ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് ഇന്നിപ്പോൾ അധികാരമേറാൻ പോകുന്ന രേഖ ഗുപ്ത. അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെ സംഘടനാ പ്രവർത്തന രംഗത്തേക്ക് വന്ന് പിന്നീട് യുവമോർച്ചയിലും പിന്നീട് മഹിളാ മോർച്ചയിലും കൗൺസിലറായും ഒക്കെ പ്രവർത്തിച്ച് എക്കാലവും ഏതാണ്ടൊരു 90കളിൽ തുടങ്ങിയ സംഘടനാ പ്രവർത്തനം 92ലാണ് ഔദ്യോഗികമായി ABVPയിൽ എത്തുന്നത്. പിന്നീട് 96-97 കാലത്ത് ഡുസുവിൻ്റെ യൂണിയൻ പ്രസിഡന്റായി പ്രവർത്തിച്ചു. അതിനുശേഷമാണ് പിന്നീട് ഡൽഹി യുവമോർച്ച ഘടകത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും ഒടുവിൽ യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറിയുമായി പ്രവർത്തിക്കുന്നത്. മഹിളാ മോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷ, അതോടൊപ്പം തന്നെ ഡൽഹി ഘടകത്തിൻ്റെ ജനറൽ സെക്രട്ടറി തുടങ്ങിയ പദവികളിലും രേഖ ഗുപ്ത പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ അടിമുടി പ്രവർത്തകർക്കൊപ്പം ജീവിക്കുന്ന വളരെ ഗ്രൗണ്ട് ലെവലിൽ തന്നെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു നേതാവിനെ തന്നെയാണ് രാജ്യതലസ്ഥാനത്തിൻ്റെ അധികാരം ഇപ്പോൾ BJP ഏൽപ്പിക്കാൻ പോകുന്നത്. നിഖിൽ. ശരി ഗൗതം, എന്തായാലും ഡൽഹി ഈ ഒരു ചടങ്ങിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിന് വേണ്ടി എത്തും. ഉച്ചയ്ക്ക് 12:30 ചടങ്ങുകൾ നടക്കുക.